നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനസ്സിലാവുന്നില്ല. പേടിക്കുന്നെന്തിനാ? ഞാനത് ഊരുന്നില്ല, അവിടെ തന്നെ ഉണ്ട്. അതാ വരുന്ന തുളസി എന്തിനാ നിന്നെ വിളിച്ചേ? അത് വെറുതെ വിളിച്ചതാ. ഓ, വെറുതെ ആയിരുന്നോ? പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എനിക്ക് സിംഗപ്പൂരിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയ. സത്യമാണോ പറയുന്നത്? സത്യ ചേച്ചി, 6 മാസം പുതിയ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതിന് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. എന്ത്? സിംഗപ്പൂരിലേക്ക് പോവാണെന്നോ? എടാ, അവിടെയൊക്കെ താമസിക്കണമെങ്കിൽ ഒരുപാട് കാശ് വേണം. എന്റെ അമ്മ, അതെനിക്ക് അറിയാവുന്നതല്ലേ. അതിനനുസരിച്ച് സാലറിയും കൂട്ടി തന്നിട്ടുണ്ട്. 3 ലക്ഷം. 3 ലക്ഷം? ഒന്ന് ബഹളം വെക്കാതിരിക്കേ. ഏയ് നന്ദ, നിനക്ക് ശരിക്കും 3 ലക്ഷം രൂപ ശമ്പളം ഉണ്ടോടാ? ശരിടാ, ഉണ്ടമ്മേ. 6 മാസത്തെ അവിടുത്തെ ജോലി തീർത്താ കിട്ടുന്ന ശമ്പളം കൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടല്ലേ സമ്മതിച്ചേ. ഈശ്വരാ, ഞാൻ പ്രാർത്ഥിച്ച ദൈവം എന്നെ കൈവിട്ടിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് സമാധാനായത്. എടാ, സിംഗപ്പൂർ നമ്മൾ വിചാരിക്കുന്ന പോലല്ല, നല്ല സ്ട്രിക്റ്റാ. അവിടുത്തെ നിയമങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പാലിച്ചോളണേ. ശ്രദ്ധിച്ചോണം. ശരി കാണിച്ചേ. വെറുതെ അമ്പലത്തിൽ പോന്നെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നല്ലോ. ഇപ്പൊ ഗുണം കണ്ടില്ലേ? ഇതിപ്പോ 6 മാസത്തിന് പകരം 6 വർഷം കൂടി നീ അവിടെ ജോലി ചെയ്താ നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന്റെ കൂടെ നിന്റെ അനുജത്തിന്റെ കല്യാണം കൂടി നടത്താം. എടാ, അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന് ചോദിച്ചു നോക്ക്. നിന്നെ 6 മാസം പിരിഞ്ഞിരിക്കാൻ തന്നെ എനിക്ക് സാധിക്കില്ല. അപ്പോഴാണ് 6 വർഷം. എന്നാലും നിന്റെ അമ്മയുടെ ആഗ്രഹം ചെറുതൊന്നും അല്ലല്ലോ. നീ ഒന്ന് സമാധാനിക്കേ. അപ്പൊ പിന്നെ ഇത്രയും സന്തോഷം നിറഞ്ഞൊരു വാർത്ത കേട്ട സ്ഥിതിക്ക് നീ പെട്ടെന്ന് പോയി പായസം ഉണ്ടാക്കാൻ നോക്ക്. നീ ചെന്ന് അമ്മയെ സഹായിക്കാൻ നോക്ക്. ചെല്ല്. ശരി. ശരി അച്ഛാ, ഞാനന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. നീ ഇവിടെ സംസാരിച്ചിരിക്കും. വാ, നിന്നെ സംസാരിച്ചാൽ ബോറടിപ്പിക്കാം. എന്താ നിക്കുന്നേ? വന്ന് ഇരിമോളെ. എന്താ ചെയ്യണമെന്ന് പറഞ്ഞ മോളെ? എന്താ കേട്ടില്ല? അല്ല, എന്തോ ചെയ്യണമെന്ന് മോള് പറഞ്ഞല്ലോ, അതെന്താ ചെയ്യണത്? അത് വേറൊന്നുമില്ലെങ്കിലേ, വരദരാജസ്വാമി ക്ഷേത്രത്തില് അവിടുത്തെ ശ്രീകോവിലില്ലേ, അവിടെ 108 വിളക്ക് കൊളുത്തി മനസ്സുരുകി പ്രാർത്ഥിച്ച എനിക്ക് പെട്ടെന്ന് കല്യാണം നടക്കുന്ന. എന്ത് സ്വീറ്റ് അമ്മ ഉണ്ടാക്കുന്ന? എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ കേസരി ഉണ്ടാക്കാം. അതാണല്ലേ എളുപ്പം. ഞാൻ റവ എടുത്തിട്ട് വേഗം. അമ്മ, എന്താടാ? എന്താ? അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന ചെയിനൊന്ന് വെളിയിലെടുത്തേ. എന്തിന്? എടുക്കമ്മ, പറയാ. അമ്മ, ഇതിന്റെ പേരല്ലേ താലി? അതെ. ഇതിന്റെ ആവശ്യം എന്തിനാ? അത് നിന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിക്കുമ്പോ കെട്ടി താലിയല്ലേ, അതുകൊണ്ടത് കഴുത്തിലിടുന്നു. എന്തിനാ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നീ ചോദിക്കുന്നത്? അമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് കഴുത്തിൽ താലിയുണ്ട്. ചേച്ചി കല്യാണം കഴിക്കാത്ത കാരണം ചേച്ചിയുടെ കഴുത്തിൽ താലിയില്ല. അനാമിക ചേച്ചി ഇട്ടിരിക്കുന്ന ചെയിനിൽ താലിയുണ്ട്. അപ്പൊ അനാമിക ചേച്ചി കല്യാണം കഴിച്ചിട്ടുണ്ടോ? നീ എന്തൊക്കെയാ പറയുന്നേ? അനാമികയുടെ കല്യാണം എങ്ങനെ കഴിയാനാ? പിന്നെ എന്തിനാ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയേക്കണത്? വെറുതെ നുണ പറയല്ലേ. ഞാൻ കണ്ടതാ ചേച്ചി. അമ്മയുടെ കഴുത്തിലുള്ള പോലെ ഒരു താലി ഞാൻ ആ ചേച്ചിയുടെയും കഴുത്തിൽ കണ്ടു. എന്റെ ദൈവമേ, നീ ഒന്ന് പോവാൻ നോക്കടാ വെറുതെ. നിർമ്മലേ, നിക്ക്. എടാ, സത്യമായിട്ട് നീ അവളുടെ കഴുത്തിൽ താലി കണ്ടോ? അതെ അമ്മേ. ഇവനെ കൊണ്ടൊക്കെ മൊട്ടത്തലയൻ മനുഷ്യങ്ങനെ ഓരോ പണി തന്നുകൊണ്ടേയിരിക്കണം. എടി നിർമ്മലേ, എന്താടി ഇത്? ആ പെണ്ണിന്റെ കല്യാണം ഇനിയും കഴിഞ്ഞില്ലല്ലോ, പിന്നെങ്ങനെ താലി കഴുത്ത കിടക്കുന്നത്? എനിക്കെന്തോ സംശയം തോന്നുന്നടി. അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? അതല്ലടി, ആ പെണ്ണിന്റെയും നന്ദന്റെയും പെരുമാറ്റം ഒട്ടും ശരിയല്ലെന്നാ പറഞ്ഞേ. ഒരു പക്ഷേ നമ്മുടെ നന്ദൻ നമ്മൾ അറിയാതെ അവളെ കല്യാണം കഴിച്ചതായിരിക്കോ? അമ്മ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതെങ്ങനെ നീ ഇത്ര ഉറപ്പിച്ച് പറയുന്നേ? എനിക്കെന്തോ പേടി തോന്നുന്നു. ശരി, നമുക്ക് പോയിട്ട് അനാമികയുടെ കഴുത്തിൽ താലി ഉണ്ടോന്ന് നോക്കിയിട്ട് വരാം. വെറുതെ സമയം കളയണ്ട. അമ്മ വാ. അതാ അതിന്റെ ശരി. വാ, പോയി നോക്കാം.
അത് ഭയങ്കര കോമഡി ആയിരുന്നു. മോളൊന്ന് ചെയ്തു നോക്ക്. ഞാൻ അതെ. എന്തായാലും ട്രൈ ചെയ്യാം. വളവളാന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ ആ പലചരക്കടയിൽ ഒന്ന് പോയിട്ട് വാ. ഈ സമയത്ത് ഞാൻ എന്തിനാ പോകുന്നേ? സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ, അതിന് നെയ്യ് വേണ്ടേ? പോയി വാങ്ങിട്ട് വാ. കഴിഞ്ഞ ആഴ്ച മേടിച്ചല്ലേ ഉള്ളൂ. ആ, അത് തീർന്നു പോയല്ലോ. അമ്മ ആ. അച്ഛാ അത് തീർന്നു പോയച്ചാ. അതിനു വേണ്ടിയാണ് കിടന്ന് ഇത്രയും ബഹളം വെക്കുന്നത്. നീ തീർന്നു പോയാൽ വാങ്ങിയ പോരെ. നിന്റെ അമ്മ എല്ലാം തീർത്തു വയ്ക്കും. അനാമികേ, എന്താ ആന്റി? മോളുടെ കഴുത്തിലൊരു ചെയിൻ കിടക്കുന്നില്ലേ, അതെന്ത് മോഡലാ മോളെ? എന്തിനാ ആന്റി അത്? അത് പിന്നെ നമ്മുടെ നിർമ്മലയുടെ നിശ്ചയത്തിന് ഇതേപോലൊരു ചെയിൻ വാങ്ങാമെന്ന് കരുതിയാ. കാണിച്ചേ, എവിടെ എടുത്ത് കാണിച്ചേ. ആന്റി എടുത്ത് കാണിക്കും മോളെ. ആ, ആന്റി അയ്യോ അമ്മേ. നന്ദ എടാ എന്താടാ? എടാ എന്ത് പറ്റി? നന്ദ എന്താ പറയടാ. പറ്റിയെന്ന്? വേദനിക്കുന്നു. എന്താ നിനക്ക് പറ്റിയത്? എടാ നന്ദ, എന്താണ്? കാര്യം പറ. അയ്യോ എന്താ നിനക്ക് പറ്റിയത്? ഷോക്ക് അടിച്ചതാ ചേച്ചി. ഷോക്കോ? ഷോക്ക് അടിച്ചെന്നോ? അമ്മ അവന്റെ എവിടെ? കൈ നോക്കി. എങ്ങനെ ഷോക്ക് അടിച്ചത്? ആ കാണുന്ന സ്വിച്ച് ഇടാൻ പോയതാ ഞാൻ. ആ, പെട്ടെന്ന് എനിക്ക് ഷോക്ക് അടിച്ചതാ അമ്മേ. അയ്യോ, അയ്യോ അമ്മേ. കരയല്ലേ? വേദനയുണ്ടോടാ? ഏയ്, ചേച്ചി ഒന്ന് പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നേ. വേഗം ചെല്ല്, വേഗം ചെല്ല്. ചേച്ചി നിക്ക, ഞാൻ എടുത്തിട്ട് വരാം. നീ ഇരിക്കും മോളെ. നിർമ്മല, നീ മേടിച്ചിട്ട് വാ. അമ്മേ ഒന്ന് തിരുമേ, അവിടെ തിരുമേ. ആ. അയ്യോ എന്റെ ദൈവമേ, എന്തൊരു വേദനയാ. നിക്ക് നിക്ക്. എന്റെ അമ്മ ഒന്ന് മെല്ലെ തിരുമേ, ഭയങ്കര വേദന അവിടെ. എടാ നീ ഒന്ന് സമാധാനിക്ക്. അമ്മേ അമ്മേ എന്ത് നോക്കിക്കാ, ഒന്ന് എടാ, തിരുമ്മേ. തിരുമ്മല്ലേ? എന്തൊരു നിക്ക്, നിക്ക്, വേദനയാണെന്ന് നിക്ക്. ഞാൻ അറിയോ? നോക്കട്ടെ. എന്ത് വേദന? കുറച്ച് അയ്യോ, സമയം അടങ്ങിയിരിക്കടാ. സഹിക്കാൻ ഷോ, ഈ താലി എടുത്ത് മാറ്റി വെക്ക് വേഗം. അമ്മ ഒന്ന് പതുക്കെ തിരുമ്മേ. ഈ ചേച്ചി അവിടെ പോയി. ചേച്ചി വെള്ളം എടുത്തിട്ട് ഒന്ന് വേഗം വന്നേ. എന്തോരം നേരെ. അമ്മേ അയ്യോ അമ്മേ, ആ കയ്യിലെടുത്തിട്ട് വന്നേ. വേഗം വാ, വേഗം എടുത്തിട്ട് വാ. നിക്ക്, എടാ, ഞാൻ മൊട്ടത്തല പോയി എന്ത് എടുത്തിട്ട് നോക്കിക്കോ. വരാം. ഒന്ന് ചെല്ലടാ, വാടാ, കൂടെ ചെല്ല്. ശരി, ഏട്ടാ. എന്റെ ദൈവം. ഏയ് ഒന്നുമില്ല, ചുമ്മാ അഭിനയാ. എടി ആ താലി എടുത്ത് മാറ്റി വെക്ക്. ഒന്ന് വേഗം മാറ്റി വെക്ക്. ഊരിക്കളയരുത്. പിന്നിലേക്കിട്. എടി ഇത് പിന്നിലേക്കിട്, താലെടുത്ത് പിന്നിലേക്ക് വെക്ക്. ആരും കാണാത്ത പോലെ ഇട്. ആ ഓക്കെ അകത്തേക്കിട്. എന്റെ കൈ, എന്റെ ഈശ്വരാ. ചേച്ചി. വെള്ളം കുടിക്കാം. ഇങ്ങോട്ടാ. അവന്റെ കയ്യില് തേച്ചു കൊടുക്ക്. ആ, പതുക്കെ, പതുക്കെ. എടാ നന്ദ, ഇപ്പൊ വേദനയുണ്ടോടാ? ഇപ്പഴെനിക്കൊന്ന് സമാധാനായത്. എന്ത് സമാധാനായിരുന്നോ? വേദന കുറഞ്ഞ് ഇപ്പഴാ കുറച്ച് സമാധാനം കിട്ടിയെന്ന്. ശരി നിങ്ങൾ സംസാരിക്ക്, ഞാൻ പിന്നെ വരാം. ഇവൻ എന്താ പറ്റിയത്? അമ്മ അനാമികേ, ചെയിൻ കാണാനല്ലേ? ആ. ഇതാന്റി നോക്കിക്കോ. ഓക്കെ ആണോ ആന്റി? ഓക്കെ. നല്ലോണം നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തരാം. വേണ്ട. നന്നായിട്ടുണ്ട് മോളെ. അല്ലടി, അതെ, അവളുടെ ചെയിനിൽ താലിയൊന്നും കാണുന്നില്ല. ഇതല്ലേ ഞാൻ ആദ്യം അമ്മയോട് പറഞ്ഞേ, കേട്ടോ? ദാ, ആവശ്യമില്ലാതെ വെറുതെ ഓരോന്ന് വന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ തലയ്ക്ക്. എന്താടാ ചുമ്മാ നുണ പറയുന്നേ? നോട്ടം കണ്ടില്ലേ? മുഖം കണ്ടില്ലേ? വെറുതെ മനുഷ്യൻ മെനക്കെടുത്താനായിട്ട്.
അനാമിക ഡാർലിംഗ്. നിന്നെ കാണാൻ കൊതിയായിട്ട് വയ്യ. ഒന്ന് മുകളിലേക്ക് വരുമോ?